ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് നമ്മുടെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഐക്യയിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാടൊന്നും ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതുപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച 2-3 ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലൊന്നാമതാണ് ഈ ഡിഷ് വാഷ് ഡ്രൈയിങ് മാറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റാണ്. അതായത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. എസ്പെഷ്യലി നമുക്ക് ഈ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ എല്ലാ പാത്രങ്ങളും കൂടെ ഡ്രൈ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വല്ല ബാസ്ക്കറ്റിലോ കൊട്ട പോലത്തെ ബാസ്ക്കറ്റിലോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ചില്ല് പാത്രങ്ങൾ പോലെയുള്ള നമ്മുടെ കപ്പ്, അതുപോലെ തന്നെ ബൗള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഡ്രൈയിങ് മാറ്റാണിത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രം ആയാലും ഏത് പാത്രം ആയാലും നമുക്കതൊന്ന് വാഷ് ചെയ്ത ഉടനെ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രൈയിങ് മാറ്റാണ്. ഇതിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഇതിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും വെള്ളം പിടിച്ചാലും ഇതുപോലെ ഈ സർഫേസിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാകുന്നു. ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഈ മാറ്റ് ആ വെള്ളം അബ്സോർബ് ചെയ്യാണ്. പിന്നെ നമ്മുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വെയിലത്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈയിങ് മാറ്റാണ്. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ ഈ ഡ്രൈയിങ് മാറ്റിൻ്റെ റേറ്റ് വരുന്നത് 99 ആണ്. അവിടെ ഒരുപാട് ഐറ്റംസ് 99 റുപ്പീസിന് അവിടെ ഉണ്ട്. നമ്മുടെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ളതും ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും കോംബോ ആയിട്ടും സിംഗിൾ പീസ് ആയിട്ടും ഒക്കെ 99 റുപ്പീസിന് ഒരുപാടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 99 ആണ്. ഇത് അതുപോലെ ഞാൻ വാങ്ങിച്ചൊരു ബാസ്ക്കറ്റാണ്. ഇതും 99 റുപ്പീസാണ്. ഇതൊരു മെറ്റൽ ബാസ്ക്കറ്റാണ്. നമുക്ക് സ്പൂൺ ഇട്ട് വയ്ക്കാനും അതുപോലെ തന്നെ കട്ട്ലറി ഇട്ട് വയ്ക്കാനും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിൽ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. നമുക്ക് മൾട്ടിപ്പിൾ യൂസിനൊക്കെ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണിത്. അപ്പോൾ ഇത് അവിടെ നിന്ന് വാങ്ങിച്ച സ്പൂണാണ്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ സ്പൂൺ ഇട്ട് വയ്ക്കാനാണ് ഞാൻ ഈ ബാസ്ക്കറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്പൂണാണ്. ഇതിപ്പോൾ ഇത്രയും ഈ ഒരു 5 സ്പൂണിന് 19 രൂപയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരുടെ റേറ്റ്. ഐക്യയുടെ സ്പൂൺ. ഞാൻ ഇതുപോലെ സ്പൂൺ ഇട്ട് വയ്ക്കാനാണ് ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സീലിംഗ് ക്ലിപ്പ്. അത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ സീലിംഗ് ക്ലിപ്പിനെ പറ്റിയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ. അതായത് നമ്മളിപ്പോൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ബാലൻസ് വരാം. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബോട്ടിൽ ചിലപ്പോൾ സ്ഥലം തികഞ്ഞില്ല, നമ്മൾ ആ കവറിൽ തന്നെ ഇട്ട് റബ്ബർ പാൻറ്റൊക്കെ ഇട്ടാണ് വെക്കുന്നത്. പക്ഷെ അതിന് പകരം നമുക്ക് ഈ ഒരു സീലിംഗ് ക്ലിപ്പ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് പല സൈസിൽ ആണ് സീലിംഗ് ക്ലിപ്പ് ഉള്ളത്. ഇങ്ങനെ 2 സൈസിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റും 99 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് ചിയാ സീഡാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കവർ ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എയർ ടൈറ്റായിട്ട് ഇരിക്കും. നമ്മൾ ഈ കവർ ഇതിനകത്ത് വെച്ചിട്ട് ഇവിടെയാണ് ലോക്കിംഗ് വരുന്നത്. പ്രോപ്പറായിട്ട് കവർ അകത്തേക്ക് തള്ളിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ക്ലിപ്പ് എയർ ടൈറ്റായിട്ട് നമുക്കിതുപോലെ വെക്കാനായിട്ട് പറ്റും. റബ്ബർ പാൻറ്റിൻ്റെ ഉപയോഗമൊക്കെ അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ മാറ്റി നമുക്ക് ഇതുപോലെ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബോട്ടിൽ തന്നെ നിറയ്ക്കണമെന്നില്ല, നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് സീൽ ചെയ്ത് നമ്മുടെ ബാസ്ക്കറ്റിൽ നമുക്കിങ്ങനെ അടുക്കി വെച്ചാലും എയർ ടൈറ്റായിട്ട് ഇത് ഇരുന്നോളും. ഇതിൽ ഒന്ന് 11 സെൻറ്റിമീറ്ററിൻ്റെ ഒന്ന് 6 സെൻറ്റിമീറ്ററിൻ്റെ ക്ലിപ്പാണ് വരുന്നത്. ഞാൻ കുറച്ചിത് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇങ്ങനത്തെ സെറ്റായിട്ടാണ് ഇത്. 11 സെൻറ്റിമീറ്ററിൻ്റെ, ഇത് 6 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. ഇത് വരുന്നത് എത്ര സെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ 26 എണ്ണത്തിൻ്റെയാണ്. 26 എണ്ണമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അവർ കൊടുത്തിരിക്കുന്നത് 318 രൂപയാണ്. പക്ഷേ ഞാൻ അവിടെ ഐക്യയിൽ ഇത് ഓഫറിന് വാങ്ങിച്ചത് 99 രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഈ ഒരു 26 എണ്ണത്തിൻ്റെ ഈ ഒരു സെറ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച എനിക്ക് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഐറ്റംസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് വ്ളോഗ്സ്.